നമ്മൾ ഗാർഡൻ ടൂൾസും അതേമാതിരി സ്പ്രേ പമ്പ്സ്, പിന്നെ ഗാർഡൻ ബാക്കി ഗാർഡൻ ആർട്ടിക്കിൾസ്, പോട്ട്സ്, ഇതൊക്കെ നമ്മുടെ ഒരു ക്ലിയറൻസ് സെയിൽ നടക്കുകയാണ് ഇപ്പോൾ. മറ്റേ നമ്മുടെ ഔട്ട്ലെറ്റൊക്കെ അവിടെ വൈഡനിങ്ങിൽ പോയി നമ്മളത് പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മളിപ്പം ഉള്ള സ്റ്റോക്ക് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവുക, പുതിയ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ തുറന്നതിനും. അപ്പോൾ ഇപ്പം ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമുക്കിപ്പം ഇത് ഹോസിൻ്റെ മുമ്പിൽ കണക്ട് ചെയ്ത് നമ്മൾ വെള്ളം നനയ്ക്കാനുള്ള പമ്പുകൾ, ഇത് ഫുള്ള് സെറ്റാണിത്. ഹോസ്, കണക്ടേഴ്സ്, അതിൻ്റെ നെറ്റ് കണക്ടേഴ്സ് എല്ലാം കൂടിയുള്ള സെറ്റാണ് ഇത്. അതിൻ്റെ പോലെ തന്നെ നമ്മളെ പ്രഷർ വാഷറൊക്കെ ആയിട്ട് യൂസ് ചെയ്ത് മണ്ണ് കോരി, ഈ കോരിക്കൊക്കെ നമ്മൾ ശരിക്കും പുറത്ത് നമ്മൾ ഫാൽക്കൻ്റെ കോരിയാണ്. ഫാൽക്കണ്ടേന് മിനിമം ഒരു 120 രൂപ 110 രൂപ മിനിമം ഉണ്ടാവും. ഇവിടെ നമ്മൾ കൊടുക്കുന്ന 62 രൂപക്കാണ് ഇത് ഈ ക്വാളിറ്റിയുള്ള സാധനത്തിന്, ഊരിപ്പോരൂല. അതേപോലെ ഇതിൻ്റെ മാന്തിയാണ്, വലിയ മാന്തി, ഇതിന് 130 രൂപയാണ് പുറത്തുള്ളത്. ഇത് 63 രൂപ കൊടുക്കുന്നത്. ഇത് പൗഡർ കോട്ടഡ് ആയിരിക്കും, ഇത് ഊരിപ്പോരില്ല, ഫസ്റ്റ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആയിരിക്കും. അതുകൊണ്ട് വെയിലത്തിട്ടാലും ഇതിൻ്റെ പ്ലാസ്റ്റിക്കിന് കേട് വരില്ല. ഇത് കുറുപ്പാന്ന് പറയും. മണ്ണിളക്കാനും ചട്ടിയുടെ സൈഡിൽ നിന്നൊക്കെ എടുക്കാനും ഇത് നല്ല ഹെവി സാധനമായിരിക്കും. അതേമാതിരി ചെറിയ കോരികളും, പിന്നെ കളയെടുക്കുന്ന സാധനങ്ങൾ. പിന്നെ ഇത് നമ്മുടെ മെയിനായിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്, കത്രിക. ഈ കത്രിക എന്ന് പറഞ്ഞാൽ ഫാൽക്കൻ്റെ FHS 999 വുഡൻ ഹാൻഡിലായിരിക്കും. ഏറ്റവും കൂടുതലായിട്ട് തോട്ടക്കാരും ആൾക്കാർ കൊണ്ടുപോകുന്നൊരു സാധനമാണ് FHS 999. ഓൾമോസ്റ്റ് 16 ഇഞ്ചോളം അതിൻ്റെ ബ്ലേഡിനുണ്ടോ, ഹൈ കാർബൺ സ്റ്റീലിലാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് മൂർച്ച പോകുന്നില്ല. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ സ്പ്രിങ്ങാണ് ഇതിൽ, അതിന് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഇത് പുല്ല് കട്ട് ചെയ്യുന്നവർ, അതേപോലെ നമ്മൾ ഷേപ്പാക്കുന്നത്, മരങ്ങളൊക്കെ ഷേപ്പാക്കുന്നത്, അതിനൊക്കെ യൂസ് ചെയ്യും. അത് കൂടാതെ ഇവിടെ കമ്പുകൾ, മരത്തിൻ്റെ ഇടയിൽ വലിയ കമ്പ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാനുള്ളതാണ് ഈ ജാക്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അതിൻ്റെ കട്ടിങ് നടക്കുക. പിന്നെ അതിൻ്റെ തന്നെ പ്ലാസ്റ്റിക് ഹാൻഡിലുള്ളതാണ്. ഇത് നേരത്തെ പറഞ്ഞ സ്പ്രിങ്ക്ലറിൻ്റെ കണക്ടറാണ്, ഹോസിൻ്റെ കണക്ടറാണ്. ഇത് വൺസ് കണക്ട് ചെയ്ത് ഹൈ ക്വാളിറ്റി കണക്ടേഴ്സ് അതൊക്കെ. പിന്നെ നമ്മുടെ സാധാരണ നമ്മളെ പമ്പ്, കെറോസിൻ പമ്പ്, അല്ലെ ചെറിയ തോട്ടത്തിലേക്കൊക്കെ നമ്മൾ അടിക്കുന്ന പുക മാതിരി ഇലയുടെ അടിയിലൊക്കെ സ്പ്രേ ചെയ്യണമെങ്കിലൊക്കെ ഉള്ളത് നല്ലൊരു സാധനമാണ്. പിന്നെ ചിമ്മിനി, മണ്ണെണ്ണ സ്പ്രേ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യും. ഇതിനാകെ 46 രൂപയുള്ളൂ. ഇതും അതേപോലെ തന്നെ വേറെ തരത്തിലുള്ള കത്രിക, ഫാൽക്കൻ്റെയാണ്. പിന്നെ നമ്മളെ മരത്തിൻ്റെ കമ്പുകൾ കട്ട് ചെയ്യുന്ന സാധനമാണ് ഇത്, ലിവർ കട്ടറാണ്. ഇത് ഗിയറുണ്ട് ഇതിൻ്റെ കൂടെ. വലിയൊരു മരത്തിൻ്റെ കമ്പാണ്. മരത്തിൻ്റെ കമ്പാണെങ്കിൽ അത് ഗിയറിൽ വെച്ചിട്ട് ഷാർപ്പായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് പോരും. കറക്റ്റ് കട്ടിങ് ആയിരിക്കും അതിൻ്റെ തന്നെ തൊട്ട് ചെറുതാണിത്. പിന്നെ നമ്മൾ കൈ കൊണ്ട് കട്ട് ചെയ്യുന്ന സാധനങ്ങൾ, ഇതിപ്പം നമ്മളെ വീട്ടിലൊക്കെ സാധാരണ കട്ട് ചെയ്യാൻ ഇത് മതി, ഈ കട്ടേഴ്സ് മതി. ഇതിപ്പം ഒരു മുളയുടെ കൊമ്പാണ്, നല്ല മുളയുടെ കൊമ്പാണ്. അത് കട്ട് ചെയ്യുന്നതാണ് ഷാർപ്പ് കട്ടിങ്, ഷാർപ്പായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന സാധനം. ഇതും ഫാൽക്കൻ്റെ സാധനമാണ്. ഇതും ശരിക്കും ഇതിന് 390 രൂപയോളം വിലയുള്ള ഒരു 280 രൂപ വിലയുള്ളതാണ്. അത് കൊടുക്കുന്നത് ഇപ്പം 201 രൂപക്കാണ് കൊടുക്കുന്നത്. ഇതൊക്കെ പുതിയ സാധനങ്ങളാണ്. പിന്നെ നമുക്കുള്ളത് ഇതൊക്കെ മരമൊക്കെ മുറിച്ച് കളയാനുള്ളത്, കമ്പുകൾ മുറിക്കാനുള്ളത്. ഫോൾഡബിളാണ് കമ്പുകൾ മുറിക്കാനുള്ളത്. വളരെ ഇത് ഫാൽക്കൻ്റെ പ്രൂണിംഗ് സോ 330 mm ഫോൾഡിംഗ് ആണ് അതിൻ്റെ. മരത്തിൻ്റെ പിടിയാണ്, അതുകൊണ്ട് കഴിക്കാൻ നല്ല സുഖമായിരിക്കും. നമുക്കത് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ മതിയാവും. ഇത് സാധാരണ ലോക്കാണ്. ലോക്ക് തുറന്ന് നമ്മളെ പുല്ലിങ്ങനെ കട്ട് ചെയ്യാം, മുറ്റത്തൊക്കെയുള്ള ചെറിയ പുല്ലുകളും ലോണൊക്കെ കട്ട് ചെയ്യാം. സൈഡിലുള്ള, ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലുള്ള കുറച്ച് പുല്ലുകളോ അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബ്ലേഡ് തിരിക്കാം, എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. സൈഡൊക്കെ വേണമെങ്കിൽ ഇലകളുടെ സൈഡൊക്കെ കട്ട് ചെയ്യണമെങ്കിലും മരങ്ങളുടെ സൈഡൊക്കെ കട്ട് ചെയ്യാനുള്ളത് ഇത് ഇങ്ങനെ യൂസ് ചെയ്യാം, ഇത് ഇങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഇത് ഫ്ലിപ്പർ എന്ന് പറയും, വളരെ ഉപകാരപ്രദമായ ഒരു സാധനമാണ്. ഇത് സ്കൈബേർഡിൻ്റെയാണ്, സ്കൈബേർഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഹോസ് ഡയറക്റ്റ് കണക്ട് ചെയ്യുക, ലോണിലോ എവിടെയും കൊണ്ടുവെക്കുകയാണെങ്കിൽ ഏകദേശം 4-5 മീറ്റർ റേഡിയസിൽ വെള്ളം എത്തും. വളരെ സ്പ്രേ ആയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ആവശ്യം കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് വേണം മാറ്റി വെക്കാം. എനിക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ആകെ 120 രൂപയായിട്ടുള്ളൂ. ഇവിടെ കൊടുക്കുന്നത് 90-95 രൂപ കൊടുക്കുന്നത്. പിന്നെ
ഇതൊക്കെ നമ്മൾ ഫൈൻ കട്ട്, ഇതൊക്കെ പ്രൂണിങ്ങിന് യൂസ് ചെയ്യുന്ന ഫൈൻ കട്ട്, പിന്നെ അങ്ങനത്തെ കട്ടുകൾക്ക് പ്രൂണിങ്ങിന് യൂസ് ചെയ്യും. പിന്നെ നമ്മുടെ അടുത്ത് പമ്പുകളുണ്ട്. ഇതൊക്കെ ഒരു ലിമിറ്റഡ് സ്റ്റോക്കേ ബാക്കിയുള്ളൂ, കുറേയൊക്കെ കഴിഞ്ഞ്. ഇത് 170 റുപ്പീസിന് 230 240 റുപ്പീസ് ഉണ്ടാകുന്നതാണ്. 170 റുപ്പീസ് നമ്മൾ ഡിസ്കൗണ്ട് ക്ലിയറൻസ് സെയിലിൽ എടുക്കുന്നത്. ഇതേ ഒരു 3 ലിറ്റർ 5 ലിറ്റർ 7 ലിറ്റർ പമ്പുണ്ട്. 3 ലിറ്ററിന് 700 670 700 രൂപകളുണ്ടാവും. നമ്മളിവിടെ കൊടുക്കുന്നത് ഏകദേശം 500 സംതിങ്ങിനാണ്. ഇതൊക്കെ നമ്മുടെ കണക്ടേഴ്സിൻ്റെ ഭാഗമാണ്. ഇത് കണക്ടറായിട്ട് ഹോസ് പൈപ്പിൽ കണക്ട് ചെയ്യും. ഇത് നമ്മൾ ഹോസിൻ്റെ ഭാഗത്ത് ഇതിങ്ങനെ തിരിച്ചാൽ മതി. നമുക്ക് നല്ല സ്പ്രേ ആയിട്ടും കിട്ടും, അതേമാതിരി ജെറ്റ് മാതിരിയായി കിട്ടും. ഇതൊക്കെ വളരെ ചുരുങ്ങിയ പ്രൈസുള്ളൂ. 60 രൂപ 66 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ. ഇതിനൊക്കെ 50-55 രൂപ ഇട്ടുള്ളൂ. ഇതൊക്കെ ഹൈ ക്വാളിറ്റി സാധനമാണ്. ഇതൊക്കെ ഇവിടെ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഗ്രീൻ ഗ്രോ ബാഗ്സ്, HDP ഗ്രോ ബാഗ്സ്, ഒരു 7 കൊല്ലം നിൽക്കുന്ന ഗ്രോ ബാഗാണിത്. ഒരു പല സൈസസിലുണ്ട്. വലിയ വലിയ നമ്മൾ പപ്പായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം കുഴിച്ചിടാനൊക്കെ നമുക്കത് യൂസ് ചെയ്യും. 7-8 കൊല്ലം. നമ്മൾ ഒരു 2016 കൊടുത്തതൊക്കെ ഇപ്പോഴും അവിടെ നടക്കാവ് ഭാഗങ്ങളിൽ വലിയ ചെടികളൊക്കെ കുഴിച്ചിട്ടുണ്ട്, ഹോട്ടലിൻ്റെ മുന്നിലൊക്കെ. പിന്നെ ഇതൊക്കെ ഇതിലും വലിയ ചെടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ ബാക്കി പിന്നെയുള്ള കുറേ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ചട്ടികളുണ്ട്. ഈ കാണുന്ന ചട്ടികൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതൊക്കെ 130-140 രൂപ വിലയുള്ള ചട്ടികളാണ്. ഇപ്പോൾ ഒരു 65-70 രൂപ വിത്ത് ഈ മെറ്റൽ ഹാങ്ങർ അടക്കം കൊടുക്കുന്നത്. ഡബിൾ കളറാണ്. ഇതൊക്കെ ചാർജഡ് ഗാർഡൻ്റെ ചട്ടികളാണ്. ഇത് 100 രൂപയുള്ള ചട്ടിയാണ്. ഇത് ചാർജഡ് ഗാർഡൻ്റെ ചട്ടിയാണ്. 100 രൂപക്ക് കൊടുത്തുകൊണ്ടുവന്നത്. വിത്ത് ഹാൻഡിലടക്കം ഇപ്പം കൊടുക്കുന്നത് 48 രൂപക്കാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ക്ലാസ് ഫിനിഷ് കണ്ടാൽ അറിയാം എല്ലാത്തിൻ്റെ. ഈവൻ ഈ ഹാൻഡിലിൻ്റെ ഫിനിഷ് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. അതിൻ്റെ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള സൈസസ് ഉണ്ട്. ഇത് വാട്ടർ ക്യാനാണ്. ഇത് 100 രൂപക്കാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്, ക്ലിയർ ചെയ്യുന്നത്. 180 രൂപ വരെ വിലയുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കുറേ സാധനങ്ങൾ. സ്പ്രേ ബോട്ടിൽ. പിന്നെ ഇത് ഹോസ് റീൽ എന്ന് പറയും. ഹോസ്, വെള്ളം നനയ്ക്കുന്ന ഹോസ് നമ്മൾ ചുറ്റി വെക്കുന്ന സാധനം, ഒരു ലൈൻ അങ്ങോട്ട് കൊടുക്കുന്നത്. ഇതും ഇവിടെയുണ്ട്. പമ്പുകൾ ഇത്. പിന്നെ ഇങ്ങനെയുള്ള സാധാ ഹാൻഡ് ഗൺസ് 5 പാറ്റേൺ, ഡിഫറെൻറ്റ് പാറ്റേണിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ഇതൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഫാൽക്കണിൻ്റെ സാധനമാണ്. ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനം നമ്മുടെ പാമ്പിനെ പിടിക്കുന്നത്. ഇത്രയും ഡിസ്റ്റൻസിൽ വെച്ചിട്ട് പാമ്പിനെ പിടിക്കും. ഏകദേശം ഒരു 2 മീറ്റർ ഡിസ്റ്റൻസിൽ വെച്ചിട്ടാണ് നമുക്ക് പാമ്പിനെ പിടിക്കുന്നത്. അപ്പോൾ വേറെ എന്താണെങ്കിലും എന്തെങ്കിലും വേസ്റ്റ് സാധനങ്ങൾ കോരിയിടാനോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നല്ലൊരു ഹാൻഡിൽ ബാറും ഉണ്ട്. ഇത് ഫാൽക്കണിൻ്റെയാണ്. ഇത് ഫാൽക്കണിൻ്റെ ഈ ടൂളാണ്. അലൂമിനിയമാണ്. ഒരു ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഇത് റേക്കുകളാണ്. മണ്ണിൻ്റെ ചരൽ മാറ്റാനും മണ്ണിൻ്റെ ജസ്റ്റ് ഇളക്കാനൊക്കെ ഉണ്ട്. ഇത് ഇതേപോലെ നമ്മൾ സാധാരണ അടിച്ചു വരുന്ന ഇതിൻ്റെ തന്നെ എക്സ്റ്റെൻഡബിൾ എന്ന് പറയും. ഇത് നമുക്ക് 2 തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനെയുണ്ട്. ഇതേമാതിരി ഇതും വലുതായി നമുക്ക് വളരെ ഇതായിട്ട് മെറ്റലാണ്. വളരെ ഇതായിട്ട് അടിച്ചു വാരി കൊണ്ടുവരാം. ഇതിൻ്റെ കുറച്ച് സൈസ് കുറച്ചിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഈ സൈസ് മതിയെങ്കിൽ ഈ സൈസ് നമ്മൾ ലോക്ക് ചെയ്യാം, അടിച്ചിടാം. ഈ ലോക്ക് ചെയ്യാം. പിന്നെയും നമുക്ക് സൈസ് കുറയ്ക്കണമെങ്കിൽ വീണ്ടും സൈസ് കുറച്ച് നമ്മൾ ഓവ് അടിച്ചു വരാനോ സാധനങ്ങളൊക്കെ വലിച്ചു കൊണ്ടുവരാനൊക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് പല രീതികളിൽ ഇതിനെ വലുപ്പം കൂട്ടാനും കുറയ്ക്കാനും പറ്റും. മെറ്റലാണ്. ഇത് ഫാൽക്കണിൻ്റെയാണ്. ഒക്കെ ഇതിൻ്റെ ഫാൽക്കണിൻ്റെ ടൂൾസിൽ ബ്രേസ് റേക്ക് എന്ന് പറയത്തില്ല. പിന്നെ നമ്മുടെ ഷവൽസാണ്. ഇത് വളരെ ഉപകാരപ്രദമായ വേറൊരു സാധനമാണ്. ഇത് കുരുമുളക് പറിക്കാനും മുകളിലുള്ള സാധനങ്ങളൊക്കെ കണ്ടില്ലേ, ക്യാച്ച് ആൻഡ് ഹോൾഡറാണ്. പിടിച്ചു കട്ട് ചെയ്ത് പിടിച്ചു അതിൻ്റെ ഉള്ളിൽ ലോക്കായി കിടക്കും. താഴെ വന്നിട്ട് കുരുമുളക് ഇട്ടാൽ മതി. ചെറിയ സാധനങ്ങളൊക്കെ മുകളിൽ, ചെറിയ കമ്പുകളൊക്കെ മുകളിൽ കട്ട് ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. അലൂമിനിയമാണ്. അഗൈൻ ഫാൽക്കണിൻ്റെയാണ്. പിന്നെ ഇത് നമ്മുടെ ലോണൊക്കെ അടിച്ചു വരുന്ന ലീഫ് റേക്കാണ്. പ്ലാസ്റ്റിക്കാണ്. ലോണിൽ നമ്മൾ കൂടുതലായിട്ട് പ്രഷർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ലൈറ്റായിട്ട് അടിച്ചു വരുന്ന ഒരു ലീഫ് റേക്കാണ്.
ഇതൊക്കെ നമ്മുടെ കണക്ടേഴ്സാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കണക്ടറാണ്. 2-വേ കണക്ടർ എന്ന് പറയും. രണ്ട് സൈഡിലും ടാപ്പ് ഉണ്ട്. ആകെ 140 രൂപയാണുള്ളത്. ഇത് ഇവിടെ ഇപ്പം ബുക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത് ഏകദേശം 100-110 രൂപേൻ്റെ ഇടയിലാണ്. ഇത് പ്ലാസ്റ്റിക് ആണ്. ഇത് 3/4 ഇഞ്ചും 1/2 ഇഞ്ചും കണക്റ്റഡ് ആവും. ഇവിടെ നിങ്ങൾക്ക് 2 കണക്ടേഴ്സ് കണക്ട് ചെയ്യാം. 2 3/4 ഇഞ്ചുണ്ട്. ഇത് ഹോസ് സ്റ്റോപ്പർ എന്ന് പറയും. ഇത് കണക്ടർ തന്നെയാണ്, പക്ഷേ ഇവിടെ സ്റ്റോപ്പർ ഉണ്ട്. അപ്പോൾ ഇത് ഊരിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങൾ ഊരിക്കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് വെള്ളം നിൽക്കും. സ്റ്റോപ്പർ ഉണ്ട്. പിന്നെ പമ്പുകളുണ്ട്, ബ്രേക്കുകളുണ്ട്, കട്ടേഴ്സ്, പിന്നെ ഫാൽക്കൻ്റെ ഇത് ഫാൽക്കൻ്റെ ഗ്രാസ് ഫോർഡ് എന്ന് പറയും. കാട് കട്ടി നമ്മൾ NCC-ക്കാരൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. NCC-ക്കാരും അതേമാതിരി മിലിറ്ററിക്കാരൊക്കെ ഇങ്ങനെ കാട് ഇങ്ങനെ വെട്ടി പോകുന്ന സാധനം, അതാണിത്. കാട് വെട്ടി എന്ന് പറയും. പിന്നെ കുറച്ച് വിത്തുകൾ, അങ്ങനത്തെ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഉള്ള ഒരു ഇത്. ചട്ടികളും ബാക്കി കോയറിൻ്റെ പോട്ടുകൾ ഇതൊക്കെയാണ്. സ്ഥലം ഇവിടെ സിവിൽ സ്റ്റേഷൻ കാലിക്കറ്റാണ്. സിവിൽ സ്റ്റേഷൻ മലാപ്പറമ്പ് കാലിക്കറ്റ്, റോഡസ് കോളേജ് റോഡ്.